A1 എക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തത്. വിവിധതരം സമ്പദ് വ്യവസ്ഥകൾ ഏതൊക്കെയാണ്, സ്വാതന്ത്ര്യലബ്ധിക്കാലത്ത് ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്തത് വിവിധ തരം സമ്പദ് വ്യവസ്ഥകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സാമ്പത്തിക ആസൂത്രണം. അതായത് സ്വാതന്ത്ര്യലബ്ധിക്കാലത്ത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളരെ മോശമായൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ത്യയെ കരകയറ്റണം. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിലും സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മളെങ്ങനെ കരകയറാം എന്ന് നമ്മൾ എല്ലാവരും ആലോചിക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും, അല്ലേ? അതുപോലെ തന്നെ ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതി ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ വളരെ മോശമായിരുന്നു. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള സാമ്പത്തിക വിദഗ്ധന്മാരും ഇന്ത്യയുടെ ഭരണാധിപന്മാരെല്ലാവരും ആ അവസ്ഥയിൽ നിന്ന് എങ്ങനെ ഇന്ത്യയെ കരകയറ്റാമെന്ന് ആലോചിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സാമ്പത്തിക നയങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഇക്കണോമിക് പ്ലാനിംഗ്, സാമ്പത്തിക ആസൂത്രണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചില ലക്ഷ്യങ്ങൾ നേടുന്നതിനായി മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിൽ സാമ്പത്തിക വിഭവങ്ങളെ വീതം വയ്ക്കുന്ന പ്രക്രിയയാണ് സാമ്പത്തിക ആസൂത്രണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ നടപ്പാക്കിയ സാമ്പത്തിക ആസൂത്രണം സോവിയറ്റ് റഷ്യയുടെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ ആസൂത്രണത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ത്യയിൽ 5 ഇയർ പ്ലാൻ, പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യയിൽ നടപ്പാക്കിയത്. അതുപോലെ തന്നെ വാർഷിക പദ്ധതികളും നടപ്പാക്കിയിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് 1950 ആസൂത്രണ കമ്മീഷൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികളും വാർഷിക പദ്ധതികളും നടപ്പാക്കിയത്. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതിനുശേഷം ഓരോ ആസൂത്രണ കമ്മീഷൻ്റെയും അധ്യക്ഷൻ അതാത് സമയത്ത് ആരാണോ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി, അവരായിരിക്കും ആസൂത്രണ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 5 വർഷം കൂടുമ്പോഴാണ് ആ പദ്ധതി നടപ്പാക്കപ്പെടുന്നത്. അപ്പോൾ 5 വർഷത്തേക്കാണ് പ്ലാനുകൾ ഉണ്ടാക്കുന്നത്. ഇന്ത്യയിലെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി നടപ്പിലായത് 1951. ദെൻ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പിയായിട്ട് അറിയപ്പെടുന്നത് പ്രസന്നചന്ദ്ര മഹിലനോബിസ് ആണ്. അദ്ദേഹം ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനാണ്. അദ്ദേഹമാണ് ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ പ്രധാന ശില്പിയായിട്ട് അറിയപ്പെടുന്നത്. അതിനുശേഷം ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളും അതുപോലെ വാർഷിക പദ്ധതികളും നടപ്പാക്കിയുണ്ടായി. അതിൽ ഓരോന്നിനും ഓരോരോ ലക്ഷ്യങ്ങളായിരുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ കോമൺ ആയിട്ട് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ പ്രധാനമായിട്ടും 4. അതിലൊന്നാമത്തേത് സാമ്പത്തിക വളർച്ച, രണ്ടാമത്തേത് ആധുനികവൽക്കരണം, മൂന്നാമത്തേത് സ്വയാശ്രയത്വം, നാലാമത്തേത് സാമൂഹ്യ നീതി. ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഒന്നാമത്തേത് സാമ്പത്തിക വളർച്ചയാണ്. അതെന്താണ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സാമ്പത്തിക വളർച്ച നേടുക. അപ്പോൾ നമുക്കറിയാം എന്താണ് സാമ്പത്തിക വളർച്ച. സാമ്പത്തിക വളർച്ചയുടെ സൂചകം എന്താണ്? ഒരു രാജ്യത്തിൻ്റെ GDP-യിലുണ്ടാകുന്ന വർധനവ് അല്ലെങ്കിൽ ദേശീയ വരുമാനത്തിനുണ്ടാകുന്ന വർധനവ്, അതാണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ സൂചകമായിട്ട് പറയുന്നത്. നമ്മുടെ വീടുകളിലാണെങ്കിൽ വരുമാനം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായി ഉന്നതിയിലെത്തി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ രാജ്യത്തിനാണെങ്കിൽ രാജ്യത്തിൻ്റെ GDP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വർഷം ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മൊത്ത സാധന സേവനങ്ങളുടെ അളവ്, അതാണ് GDP എന്ന് പറയുന്നത്. അപ്പോൾ GDP-യിൽ വർധനം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക വളർച്ച നേടി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇന്ത്യയിൽ GDP-യിൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് 3 സെക്ടേഴ്സാണ്: പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, അതേപോലെ തൃതീയ മേഖല. നമുക്ക് ഓരോന്ന് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പ്രാഥമിക മേഖല കാർഷിക മേഖലയാണ്, ദ്വിതീയ മേഖല നിർമ്മാണ മേഖലയാണ്, തൃതീയ മേഖല എന്ന് പറയുന്നത് സേവന മേഖലയാണ്, അല്ലേ? അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൻ്റെ അളവ് വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക വളർച്ച നേടിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ മേഖലയിലും ഉണ്ടാകുന്ന വർധനവ് എങ്ങനെയാണ്? അപ്പോൾ സാധാരണഗതിയിൽ കാർഷിക മേഖലയാണ് ഇന്ത്യയിൽ കൂടുതൽ ആളുകളും എൻഗേജ് ചെയ്യുന്നത്. ആ കാർഷിക മേഖലയുടെ പ്രാധാന്യം കുറയുകയും മറ്റു 2 മേഖലയുടെയും പ്രാധാന്യം
കൂടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് വളർച്ച നേടി അല്ലെങ്കിൽ രാജ്യത്തിന് വളർച്ച നേടി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെയാണ്, അതായത് ഓരോ മേഖലകളുടെയും പ്രാധാന്യം വ്യത്യാസപ്പെടുക. കാർഷിക മേഖലയുടെ വളർച്ച കുറയുകയും മറ്റു 2 മേഖലയുടെയും വളർച്ച കൂടുകയും ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഘടനാപരമായ മാറ്റം. വികസനത്തിൻ്റെ ഗതി അനുസരിച്ച് വിവിധ മേഖലകളുടെ പ്രാധാന്യത്തിനുണ്ടാകുന്ന വ്യത്യാസം, അതിനെയാണ് ഘടനാപരമായ മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യം വളർച്ച പ്രാപിച്ചു എന്ന് പറയുന്നത് കാർഷിക മേഖലയുടെ പ്രാധാന്യം കുറയുകയും വ്യവസായ മേഖലയുടെയും അതുപോലെ തന്നെ സേവന മേഖലയുടെയും പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്താലാണ് രാജ്യം സാമ്പത്തികമായി വളർച്ച നേടി എന്ന് പറയാൻ സാധിക്കുക. ഇന്ത്യയുടെ മാത്രം ഒരു പ്രത്യേകത, ഇന്ത്യയെ ദ്വിതീയ മേഖലയേക്കാൾ കൂടുതലായിട്ട് തൃതീയ മേഖലയാണ് വർദ്ധിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ സാമ്പത്തിക വളർച്ച നേടിയാക എന്നുള്ളത് ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യമാണ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് രണ്ടാമത്തേത് ആധുനികവൽക്കരണം. ആധുനികവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 തരത്തിലുണ്ട് ആധുനികവൽക്കരണം. ഒന്നാമത്തേത് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക. സാങ്കേതിക വിദ്യ കൂടിക്കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഒരു മെഷീൻ മെയ്ഡ് ഐറ്റവും അതുപോലെ തന്നെ ഒരു മാനുവൽ ആയിട്ടുള്ള ഐറ്റവും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഒരു മെഷീന് ഇപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ ഒരുപാട് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ സാരി വസ്ത്രം നിർമ്മിക്കുന്ന ഒരു മെഷീനാണെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ ഒരുപാട് വസ്ത്രങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതല്ലാതെ ഒരു മനുഷ്യനാണത് ഉണ്ടാക്കുന്നതെങ്കിൽ 1-2 ദിവസം കൊണ്ടാണത് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സാങ്കേതികവിദ്യ വളർച്ച പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് കൂടുതൽ ഉൽപ്പന്നം ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതാണ് ആധുനികവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ അത് സാങ്കേതിക വിദ്യയിലുള്ള മാറ്റം മാത്രമല്ല, മനുഷ്യൻ്റെ ഔട്ട്ലുക്കിലും അല്ലെങ്കിൽ ആശയങ്ങളിലും വ്യത്യാസം വേണം. ചില ആൾക്കാരുണ്ട് അത് സമൂഹത്തിൻ്റെ മനോഭാവത്തിലുണ്ടെന്ന മാറ്റം. ചില ആൾക്കാരുണ്ട് വേറെ സ്ഥലങ്ങളിൽ ജോലി, നല്ല ശമ്പളത്തിന് ജോലി കിട്ടിയാലും സ്വന്തം നാടിനോടും സ്വന്തം പ്രദേശത്തോടും പ്രത്യേക കൂറുള്ളത് കൊണ്ട് വേറെ രാജ്യത്തേക്ക് പോവുകയില്ല. അപ്പോൾ അവർക്ക് ശമ്പളം കുറയും അല്ല, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുന്നത് ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളെ മാറ്റാനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് മാറാനുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വികാസം പ്രാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന മെഷീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ തന്നെയാണ്, അതായത് അരയ്ക്കാനായിട്ടും അലക്കാനായിട്ടും മനുഷ്യർ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ സ്ഥാനത്തൊക്കെ മെഷീനാണ് അല്ലേ. മിക്സി നമ്മൾ യൂസ് ചെയ്യുന്നു, വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നു. പക്ഷേ പല വീടുകളിലും മിക്സി ഉപയോഗിക്കാതെ ഇപ്പോഴും അരകല്ലിൽ അരയ്ക്കുന്ന വീടുകളുണ്ട്. അങ്ങനെ ചെയ്താലേ ടേസ്റ്റ് ഉള്ളൂ എന്ന് പറയുന്ന പല ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഔട്ട്ലുക്കിൽ ചേഞ്ച് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാർക്ക് ജോലിഭാരം കൂടുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. ഔട്ട്ലുക്കിൽ മാറ്റം ഉണ്ടായാൽ മാത്രമാണ് അവിടെ മാറ്റങ്ങൾ വരികയുള്ളൂ. അപ്പോൾ സാങ്കേതിക വിദ്യയിൽ മാത്രം മാറ്റം പോരാ, മനുഷ്യൻ്റെ മനോഭാവത്തിലും മാറ്റം വേണം. അതാണ് ആധുനികവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അത് ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. അടുത്തതാണ് മൂന്നാമത്തേതാണ് സ്വയാശ്രയത്വം. അതായത് നമുക്കറിയാം നമ്മുടെ മറ്റു രാജ്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതെ ഇന്ത്യയിൽ തന്നെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക. അതിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം, ആ പ്രദേശത്തിൻ്റെ വികസനത്തിന് സാധ്യമാകും. ഇറക്കുമതി ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ അവസരങ്ങൾ ലഭിക്കും. ആ പ്രദേശം വളരും, വരുമാനം വളരും. അതുപോലെ തന്നെ ആളുകളുടെ കയ്യിലുള്ള വരുമാനം വർദ്ധിക്കുകയും അവർക്ക് നല്ല ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ തന്നെയാണെങ്കിലും ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മറ്റുള്ളവരോട് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടാകുന്നില്ല അല്ലേ. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. അത് ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറയപ്പെടുന്നു. ഇതിനടുത്തതാണ് സാമൂഹിക നീതി അല്ലേ. എല്ലാവർക്കും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ലഭ്യമാക്കുക, എല്ലാവരെയും തുല്യരായിട്ട് കണക്കാക്കുക, എല്ലാവർക്കും എല്ലാ മേഖലയിലും തുല്യ അവസരങ്ങൾ നൽകുക. മനുഷ്യൻ്റെ ജാതി, മതം, വർഗം, അതുപോലെ തന്നെ സ്ത്രീയാണ് പുരുഷനാണ് ഇതൊന്നും നോക്കാതെ എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ നൽകുക. ജോലിക്ക് കൃത്യമായിട്ട് കൂലി കൊടുക്കുക, എല്ലാ തരത്തിലും വിദ്യാഭ്യാസത്തിനും എല്ലാത്തിനും അവസരം നൽകുക. അതാണ് സാമൂഹിക നീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് വളർച്ച നേടാനായിട്ട് സാധിക്കും. അതും ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യമായിട്ട് പറയപ്പെടുന്നതാണ്. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ 4 ഒന്നാമത്തേത് സാമ്പത്തിക വളർച്ച, രണ്ടാമത്തേത് ആധുനികവൽക്കരണം, മൂന്നാമത്തേത് സ്വയാശ്രയത്വം, നാലാമത്തേത് സാമൂഹിക നീതി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ എക്സാമിനും സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ടും ക്ലിയറായിട്ടും പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് തുടങ്ങി നമ്മളൊരു വേറൊരു മെത്തേഡും കൂടി ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്.
ഇത്രയും നാളെ നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് വീഡിയോസ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിരുന്നത്. ഇനി മുതൽ ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ നമ്മൾ വീഡിയോസ് ആഴ്ചയിൽ 3 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം എങ്കിൽ മാത്രമാണ് നമ്മുടെ പോർഷൻസ് തീരുകയും പിന്നീട് റിവിഷനിലേക്ക് ചെയ്യാനും പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എല്ലാവർക്കും ഒന്ന് ക്ലിയറായി പോകാൻ വേണ്ടിയിട്ടാണ് ആഴ്ചയിൽ 1 വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഇനി ആഴ്ചയിൽ 3 വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ നിങ്ങൾ ഇതിനകത്ത് പറയുക. ഇപ്പോൾ 1-2 കമൻറ്റ് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പലരും പറയുന്നത് ഞാൻ കേട്ടു. അതായത് ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് തീരുമോ ടീച്ചറെ? അപ്പോൾ തീരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 3 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീരും, നിങ്ങൾക്ക് റിവിഷൻ തരും. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കമൻറ്റുകളുണ്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഒരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.